പ്രവർത്തിച്ചു എന്നാരോപിച്ച് CPM അനുഭാവിക്ക് നടുറോഡിൽ മർദ്ദനം. മനാരക്കുളം സ്വദേശി മനോജിനാണ് മർദ്ദനമേറ്റത്. CPM പ്രാദേശിക നേതാവും സംഘവുമാണ് മർദ്ദിച്ചത്. ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സ്ത്രീ വിരുദ്ധ പ്രസംഗവുമായി CPM നേതാവ്. എന്നെ തോൽപ്പിക്കാൻ ലീഗ് പെൺകുട്ടികളെ രംഗത്തിറക്കി. കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളെ കാഴ്ചവെക്കുകയല്ല വേണ്ടതെന്നും പരാമർശം. പരാജയപ്പെട്ട ബി ബൈജു എന്ന് പറയുന്ന LDFന്റെ സ്ഥാനാർത്ഥിയാണ് ഓടി വന്ന് ആ ആൾക്കൂട്ടത്തിനിടയിലേക്ക് എത്തി ആ കയ്യാങ്കളിയിൽ പങ്കെടുക്കുന്നത്. എന്തായാലും കൂടുതൽ പേരെത്തി അവരെയൊക്കെ പിടിച്ചു മാറ്റുകയായിരുന്നു. കാരണം ഈ അഖിൽ ശശി CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു. ഇറങ്ങി വാടാ നായിന്റെ മക്കളെ പ്രസ്ഥാനത്തിന് ഒറ്റുകൊടുത്തേ. കഷ്ടം. കറകളഞ്ഞ രാഷ്ട്രീയക്കാരെ ജയിച്ചാലും തോറ്റാലും. അതെ, പാർട്ടിക്ക് വേണ്ടി ജനിച്ചവർ, അവൻ ലീഗ് ആയിക്കോട്ടെ, മാർക്സിസ്റ്റ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഒരു മനുഷ്യൻ പരാജയപ്പെട്ടാൽ ആ പരാജയത്തെ എങ്ങനെ നേരിടണം? പരാജയപ്പെട്ടയാളെ നമുക്ക് എങ്ങനെയൊക്കെ അപമാനിക്കാം? അയാളെ എങ്ങനെ വരവേൽക്കാം? തോറ്റവർക്ക് ജയിച്ചവരോടും ജയിച്ചവർക്ക് തോറ്റവരോടുള്ള സമീപനം എന്താവണം എന്നതിന് ഉത്തമ ഉദാഹരണം കാണിച്ച ഹൃദയസ്പർശിയായ 2 വീഡിയോകൾ പങ്കുവെക്കാനാണ് വന്നത്. ഇതും തെറി വിളിച്ചും വടിവാളെടുത്തും പരാജയത്തെ നേരിടുന്ന, മനുഷ്യനെ ഭീഷണിപ്പെടുത്തി വോട്ടുകൾ വാങ്ങാമെന്ന് ചിന്തിക്കുന്ന സഖാക്കൾക്കും വിജയഭേരിയിൽ കൊലവിളി നടത്തുന്ന ലീഗുകാർക്കും തന്നെയാണ് സമർപ്പിക്കുന്നത്. നിങ്ങൾ ഇതൊക്കെ കണ്ടും കേട്ടും പഠിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ എല്ലാവിധ പ്രോഗ്രാമുകളും ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഞാനിപ്പോൾ ഈ വാർഡിന്റെ, ഈ മൂന്നിയൂർ പഞ്ചായത്തിലെ 21ാം വാർഡിലെ നിങ്ങളുടെ എല്ലാവരുടെയും മെമ്പറാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതവും ജീവനും ഈ നാടിന് സമർപ്പിച്ചിട്ടാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. ഒരു കാരണവശാലും വ്യക്തികൾ തമ്മിലല്ല, ആശയങ്ങൾ തമ്മിലാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു കാരണവശാലും നമ്മളെ എതിരായിട്ട് നിൽക്കുന്ന ആളുകളെ നമ്മുടെ സുഹൃത്തുക്കളാണ്. ഒരു കാരണവശാലും നമ്മൾ പ്രകോപനപരമായിട്ടുള്ള രീതിക്ക് ഒരാളേറ്റും, നമ്മുടെ വാർഡിനകത്ത് ഒരാളേറ്റ് പോലും നമ്മൾ പ്രതികരിക്കരുത്. ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഖേദകരമായ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ആർക്കെങ്കിലും വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്നോടും എന്റെ കൂടെയുള്ള എന്റെ സുഹൃത്തുക്കളോടും എല്ലാവരോടും ക്ഷമിക്കണമെന്നാണ് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. കാരണം ഇത് തെരഞ്ഞെടുപ്പാണ്, രാഷ്ട്രീയമാണ്. അതിന്റെ തെരഞ്ഞെടുപ്പായും രാഷ്ട്രീയമായി തന്നെ നിങ്ങൾ കാണണം. പിന്നെ എതിർ സ്ഥാനാർത്ഥിയായ എന്റെ സ്വന്തം, എന്റെ കാരണവരായിട്ടുള്ള EKB, ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അദ്ദേഹത്തിന്റെ കൂടെ നടന്നവർ എന്റെയും കൂടപ്പിറപ്പുകളാണ്. പക്ഷെ ഞങ്ങൾ തങ്ങൾ മത്സരിച്ചത് 2 ആശയങ്ങൾ തമ്മിലുള്ള മത്സരമായിരുന്നു. അതിന് ജനങ്ങൾ വിധി എഴുതിയത് ഈ ജനാധിപത്യത്തിന് വേണ്ടിയാണ് അവർ വിധി എഴുതിയത്. അതുകൊണ്ട് ഈ നാടിന് വേണ്ടി ഈ വരുന്ന 5 വർഷക്കാലം ഞാൻ നിങ്ങളുടെ കൂടെ എന്തൊരാവശ്യത്തിനും ഉണ്ടായിരിക്കുന്നുവെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇതോടുകൂടി ഈ നാടിന്റെ നന്മക്കും ക്ഷേമത്തിനും വികസന പ്രവർത്തനത്തിനും നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി കൈയും മെയ്യും മണന്ന് എന്റെ കൂടെ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇലക്ഷന് വോട്ടെണ്ണി കഴിഞ്ഞപ്പോഴല്ല, പൈതൃകം നല്ല മാതാപിതാക്കൾക്ക് ജനിച്ചപ്പോഴേ ഇദ്ദേഹം വിജയിയാണ്. ഇനി പരാജയപ്പെട്ടവനിൽ നിന്നും അവന്റെ കുടുംബത്തിൽ നിന്നുകൂടി ചിലത് പഠിക്കാനുണ്ട്. ഒരാള് വന്നിട്ടാ വണ്ടി തറങ്ങാൻ മടി, ആൾക്ക് വണ്ടി തറങ്ങാൻ മടി. LDF തോറ്റ്. അവിടെ പോയി മരിക്കണം, ഇവിടെ പോയി മരിക്കണം. ഇപ്പൊ എന്തായി? നല്ലത് ആ പാറമങ്ങാടിയിലേക്ക് ലീഗിന്റെ കൂക്കുള്ളാണ് നല്ലത്. ലീഗിന്റെ കൂക്കുള്ളത് നല്ലത്. ഞങ്ങള് തോറ്റ് സ്വാഭാവികല്ലേ. 13ാം തീയതി തോറ്റ് കലാശം കൊണ്ടൊക്കെ കഴിഞ്ഞ് പെരേക്കെത്തിപ്പോഴത് പെണ്ണുങ്ങളെ ബർത്ത്ഡേന്ന് ഓർമ്മ. എന്താ പിന്നെ, താങ്ക് യു. പാർട്ടി തോറ്റാലെന്താ, വൈഫിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാലോ. നല്ല മനുഷ്യന്മാർക്ക് എപ്പോഴും എല്ലാ പരാജയത്തിലും സന്തോഷിക്കാനുള്ള ഒരു വക ഉണ്ടാവും. ഇതുപോലെ നമ്മൾ മേൽമുറിയിലുണ്ട് ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട മനുഷ്യത്വത്തിന്റെ പ്രതീകമായ ബൈജു ഏട്ടൻ. സഖാക്കന്മാർ തോറ്റപ്പോ മൂപ്പർക്കും ആഘോഷിക്കാൻ മകളുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. ഞങ്ങൾ
അങ്ങനെയല്ല, ഇനി ഇപ്പം വലുതായി കഴിഞ്ഞാല് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളില്ല തോൽക്കാൻ ഞങ്ങൾ ഒരുമിച്ച് ചെങ്കോട് പിടിക്കും. തോൽവി ഇതൊക്കെ പറഞ്ഞതാ, നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞങ്ങൾ എത്ര തോറ്റാലും ഞങ്ങൾ ഒരാള് മതി ഞങ്ങളുടെ പാർട്ടിക്ക്, ഒരു കനല്, ആ കനല് മതി, അതൊരു പാർട്ടിയാവും. അതല്ല എന്നിട്ട് തോറ്റിട്ട് പോയി അനൗൺസ് ചെയ്ത് തോറ്റിട്ട് പോയി അനൗൺസ് ചെയ്തല്ല, ആയിട്ട് നട്ടല് വിരിച്ച് നെഞ്ചൂക്കോടെ നട്ടല് വിരിച്ച് മുട്ട് വിറക്കാതെ ആ ലീഗിനടി കൂടെ ആ ചോപ്പ് പൊടി പിടിച്ച് പാറമങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ നിന്ന് ഓരെന്ത് പറഞ്ഞ്? ഓരൊന്നും പറയില്ല. ഞങ്ങള് തോറ്റാലും ശരി, ഞങ്ങള് മാളത്ത് പോയി വിളിച്ചിട്ടില്ല, ഒരാളടിലും പോയി നിന്നിട്ടില്ല. ഞങ്ങൾ അന്തസ്സായിട്ട് പാറമങ്ങാടിയിൽ നെഞ്ചും വിരിച്ച് ചുവന്ന കൊടി ഇങ്ങനെ പിടിച്ച് തോളത്ത് പിടിച്ച് കൈ പിടിച്ചിട്ട് ഇങ്ങനെ നിന്ന്. അതാണ് ഞങ്ങളത്. പിന്നെ ഒരു പരിപാടി ഓർക്കുന്ന എല്ലാ UDF-ന്റെ അണികൾക്കും നേതാക്കന്മാർക്കും മുസ്ലിം ലീഗിനും ആശംസകൾ. ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. അതെ, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. കാരണം നിങ്ങൾ അത്രയും ജയിച്ചതാണ്. ഒറ്റ 2 വാർഡാണ് ആദനാട് പഞ്ചായത്ത് കിട്ടിയത്. എല്ലാ UDF-ന്റെ അണികൾക്കും നേതാക്കന്മാർക്കും മുസ്ലിം ലീഗിനും ആശംസകൾ. ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. അതെ, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. കാരണം നിങ്ങൾ അത്രയും ജയിച്ചതാണ്. ഒറ്റ 2 വാർഡാണ് ആദനാട് പഞ്ചായത്ത് കിട്ടിയത്. ഇവര് മൊത്തം ലീഗാരാണ്. ഞാൻ എങ്ങനെ ഇതിൽ വന്ന് പെട്ടുന്നോ അത് മാത്രം ഞാൻ നോക്കിയില്ല ആ സമയത്ത്. ഒരു പാർട്ടി കുടുംബത്തിൽ പോയി പെണ്ണെട്ടിയാ മതിയായിരുന്നു. കണ്ട് പഠിക്കടാ. സഖാവെന്ന അഭിമാനത്തോടു കൂടി അക്ഷരം തെറ്റാതെ വിളിക്കണം. ഞങ്ങൾ തോറ്റ്. ഇന്ന് നിങ്ങളെ ദിവസമാണ്. നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ള എല്ലാ അവകാശമുള്ള ദിവസം. വിജയിച്ചവർക്ക് ആശംസ നേരാനുള്ള ആ മനസ്സുണ്ടല്ലോ, മനുഷ്യൻ്റെ മനസ്സ്. നല്ല കുടുംബത്തിൽ പിറന്ന നല്ല മനുഷ്യൻ. ഒളിച്ചോടിയിട്ടില്ല. നെഞ്ചും വിരിച്ച ആ കൊടി വീണ്ടും ആ പരാജയപ്പെട്ട അങ്ങാടിയിൽ പറത്തിയപ്പോൾ അയാളെ കല്ലെടുത്തെറിയാത്ത, അയാളെ തെറി വിളിക്കാത്ത ആദവനാടോ എവിടെ പറഞ്ഞേ? എവിടെയായാലും തോറ്റവരെ തേജോധം ചെയ്യാത്ത വിജയിച്ച UDF-ന്റെ സാരഥികൾക്കും കൊടുക്കണം ഒരു ബിഗ് സല്യൂട്ട്. ഒരാൾക്ക് തോറ്റേ പറ്റൂ. ആ തോൽവിയിൽ നാടിൻ്റെ സമാധാനം നഷ്ടപ്പെടരുത്. ഒരു നാടിൻ്റെ സൗന്ദര്യം നല്ല മനുഷ്യരുണ്ടാവുക എന്നതാണ്. കാലം മാറുന്തോറും മലയാളത്തിൻ്റെ മണ്ണിൽ മനുഷ്യത്വത്തിൻ്റെ വേരുകൾക്ക് ദാഹമുണ്ടാവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ശുഭദിനം.